ഡൽഹിയിൽ ബാലികയെ പീഡിപ്പിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് പാതയോരത്ത് താമസിച്ചു വന്ന കുടുംബത്തിലെ 11കാരി. മൃതദേഹം കണ്ടെത്തിയത് വനപ്രദേശത്ത് നിന്ന്. ടാക്സി ഡ്രൈവർ പോലീസ് പിടിയിൽ. പാലക്കാട് 8 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ലീഗ് നേതാവ് പിടിയിൽ. വസ്ത്രം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡന ശ്രമം. സംഭവം പുറത്തറിഞ്ഞത് കുട്ടി ബഹളമുണ്ടാക്കി പുറത്തേക്ക് ഓടിയതോടെ പിടിയിലായത് ലീഗ് പ്രാദേശിക നേതാവ് ഷിഹാബുദ്ദീൻ. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ ദുരൂഹ കല്ലറ ഉടൻ തുറക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം. മൂന്നാമതൊരു മൃതദേഹം കൂടി ഉണ്ടെന്ന് സംശയം. കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് നിറച്ചു വന്ന ടിപ്പർ ലോറി ആൾക്കൂട്ടത്തിലേക്ക് മറിഞ്ഞ് 3 മരണം. മരിച്ചവരിൽ ഒരു വിദ്യാർത്ഥി. അപകടത്തിൽപ്പെട്ടത് ബസ് കാത്തുനിന്നവർ. 4 കുട്ടികൾക്ക് പരിക്ക്. ബൈക്കിലിടിച്ച് ടിപ്പർ നിയന്ത്രണം വിട്ട് പാഞ്ഞു വരികയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. അപകടം വരുത്തിവെച്ചത് തേഞ്ഞ ടയറുമായി ഇടുങ്ങിയ റോഡിലൂടെ പാഞ്ഞ ടിപ്പർ. ഡ്രൈവർക്ക് ടിപ്പർ ഓടിക്കാനുള്ള ലൈസൻസുമില്ല. അമിത വേഗമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സ്കൂൾ സമയത്ത് ടിപ്പറുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുമെന്ന് ബിന്ദു കൃഷ്ണ. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. പിണറായി വിജയന്റെ നവകേരള സദസ് യാത്രയ്ക്കിടെ ഗൺമാൻമാരുടെ അക്രമം അന്വേഷിച്ചതിൽ അട്ടിമറി സ്ഥിരീകരിച്ച SIT. ADGP MR അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് തിരുത്തി. ശരിവെച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി. അന്വേഷണ സംഘം റിപ്പോർട്ട് DGPക്ക് കൈമാറി. മദ്യനയത്തിലെ പുതിയ നികുതി നിർദ്ദേശം അഴിമതിയെന്ന് പ്രതിപക്ഷം. നീക്കം ബക്കാടി കമ്പനിക്ക് വേണ്ടിയെന്ന് ആരോപണം. ഇതിന്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. വീണ്ടും എതിർപ്പറിയിച്ച് VM സുധീരൻ. പൂർണ്ണ മദ്യനിരോധനമാണ് നിലപാടെന്ന് സമസ്ത. അയോധ്യ ക്ഷേത്രത്തിലെ ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി. UP സർക്കാർ വിശദീകരിക്കണം. പ്രാഥമിക റിപ്പോർട്ട് UP സർക്കാർ കൈമാറി. അയോധ്യ ട്രസ്റ്റ് സെക്രട്ടറിയെ മാറ്റിയേക്കും.